തമിഴ്നാട്ടിൽ ടി.വി.കെ സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് ഇന്ന് രാവിലെ 10 മണിക്ക് ധനമന്ത്രി മേരി വിൽസൺ ബജറ്റ് അവതരിപ്പിക്കും. അതേസമയം നടി തൃഷയ്ക്കെതിരായ ദ്വയാർത്ഥ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് DMK നീക്കം. നിയമസഭയിൽ വിഷയമുയർത്തി പ്രതിഷേധിച്ചേക്കും. അതേസമയം ജാമ്യത്തിലിറങ്ങിയ ഉദയനിധി സ്റ്റാലിൻ ഇന്ന് നിയമസഭയിലെത്തും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, ഇന്നലെ വളരെ നാടകീയമായ രീതിയിലായിരുന്നു ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തതും പിന്നീട് വിട്ടയച്ചതുമൊക്കെ. ഇന്ന് ബജറ്റ് നടക്കുന്ന വേളയിൽ പ്രതിപക്ഷം കടുത്ത പ്രതിഷേധം തന്നെ ഉയർത്താനാണ് സാധ്യത. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അറിയാം, തമിഴ്നാട് ഇന്നലെ വളരെ നാടകീയമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഇന്ന് അതിന്റെ തുടർച്ച തമിഴ്നാട് നിയമസഭയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും പ്രതിഷേധം ശക്തമായി തന്നെ തുടരാനാണ് ഇപ്പോൾ DMKയുടെ തീരുമാനം എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇന്ന് തമിഴ്നാട് നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. സി ജോസഫ് വിജയ് സർക്കാർ അതിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. ഈ ബജറ്റ് അവതരണ വേള പ്രക്ഷുബ്ധമാകുമോ പ്രതിപക്ഷ പ്രതിഷേധത്താൽ എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്നലെ തന്നെ ഈ ഉദയനിധിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം എല്ലായിടത്തും DMK പ്രവർത്തകർ നടത്തുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. ഈ ബജറ്റ് സമ്മേളനത്തിൽ ഉദയനിധി പങ്കെടുക്കാതിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് അറസ്റ്റ് എന്നുള്ളതായിരുന്നു ആരോപണം. ഏതായാലും തൃഷയ്ക്കെതിരായ ഈ ദ്വയാർത്ഥപരമായ പരാമർശത്തിന്റെ പേരിലാണ് ഇന്നലെ ഉദയനിധിയെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് തഞ്ചാവൂരിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുന്നത്. ഏതാണ്ട് 8-9 മണിക്കൂറോളം പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു ഉദയനിധി ഉണ്ടായിരുന്നത്. തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവ് ആണ് ഉദയനിധി. ഏതായാലും ആ ഒരു നിലയിൽ 8-9 മണിക്കൂറോളം ഉദയനിധിയെ പോലീസ് കസ്റ്റഡിയിൽ വെക്കുന്ന ഒരു സാഹചര്യവും കൂടി ഇന്നലെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് നിയമസഭയിലേക്ക് ഉദയനിധി സ്റ്റാലിൻ എത്തും. ഈ ഇന്നലെ ജയിലിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് ഉദയനിധി പറഞ്ഞത് താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, തെറ്റായ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് അക്കാര്യങ്ങളൊക്കെ നിയമസഭയിൽ എങ്ങനെയായിരിക്കും ഉദയനിധി ഉയർത്താൻ പോവുക എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് നിലവിൽ മറ്റ് നടപടിക്രമങ്ങളൊന്നും തന്നെ നിയമസഭയിലില്ല. രാവിലെ 10 മണിക്കാണ് ബജറ്റ് അവതരണം നടക്കുക. അത് ധനമന്ത്രി മേരി വിൽസനാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇതുവരെ DMKയുടെയും ADMKയുടെയും ഒക്കെ ബജറ്റുകളാണ് തമിഴ്നാട് കണ്ടിരുന്നതെങ്കിൽ അതിൽ നിന്നൊരു ദ്രാവിഡ ഇതര കക്ഷി ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഏതായാലും ജനപ്രിയമായ പല പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളടക്കം ബജറ്റിൽ ഉണ്ടായേക്കും. അതുപോലെ തന്നെ ഈ കാവേരി ജലതർക്കം, അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ അടക്കമുള്ള വിഷയങ്ങളിലും എന്തെങ്കിലും പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായേക്കും. ഏതായാലും കൂടുതലായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ളൊരു ബജറ്റായിരിക്കും ധനമന്ത്രി മേരി വിൽസൺ അവതരിപ്പിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ TVKയുടെ പ്രകടന പത്രികയിൽ ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. പ്രത്യേകിച്ച് എല്ലാ കുടുംബങ്ങൾക്കും സൗജന്യമായി ഗ്യാസ് സിലിണ്ടറുകൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം അടക്കം കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. വിദ്യാർത്ഥികൾക്കടക്കം കൂടുതൽ സഹായമടക്കം പ്രഖ്യാപിച്ചിരുന്നു. ഇതെല്ലാം ബജറ്റിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതേസമയം ഈ ബജറ്റ് അവതരണ വേളയിൽ പ്രതിപക്ഷത്തിന്റെ നിലപാടും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഏതായാലും ഉദയനിധി സ്റ്റാലിന്റെ വിഷയത്തിൽ പ്രതിപക്ഷം പിന്നോട്ടില്ല. ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ തുടരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന്ന് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യം. സഭാ നടപടികളെ തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് പ്രതിപക്ഷം പോകുമോ എന്നും വ്യക്തമല്ല. ഏതായാലും ആകാംക്ഷയോടുകൂടി തന്നെയാണ് അക്കാര്യത്തെ രാഷ്ട്രീയ രംഗം മുഴുവനായി നോക്കിക്കാണുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. നമുക്കറിയാവുന്ന പോലെ 2001 കരുണാനിധിയെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് അതിനുശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു വലിയ നേതാവിൻ്റെ അറസ്റ്റൊക്കെ തമിഴ്നാട്ടിൽ സംഭവിക്കുന്നതും. അതും വളരെ നാടകീയമായി ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞ് 12 മണി അറസ്റ്റ് പാടില്ല എന്ന് പറഞ്ഞിടത്താണ് പെട്ടെന്ന് തഞ്ചാവൂരിൽ നിന്ന് പോലീസ് സംഘം ചെന്നൈയിലെ ഉദയനിധിയുടെ വീട്ടിലെത്തി ഉദയനിധിയെ കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഏതായാലും അതെല്ലാം ഉയർത്തിക്കൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ വൈരാഗ്യത്തിന്
രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായ നിലയിലുള്ള നടപടിയാണ് എന്നുയർത്തിക്കൊണ്ടുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു ആരോപണമാണ് ഇപ്പോഴും പ്രതിപക്ഷം ഉയർത്തുന്നത്. അതെല്ലാം ഇന്നും സഭയിലും പ്രതിപക്ഷം ഉയർത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ബജറ്റ് 10 മണിക്കാണ് അവതരിപ്പിക്കുന്നത്. വിജയ് സർക്കാരിൻ്റെ ആദ്യ ബജറ്റാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ തമിഴ്നാട്ടിൽ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ശരി, പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് DMK സർക്കാരിന്റെ നീക്കം. ഇതിനിടയിൽ രാവിലെ 10 മണിക്കാണ് TVK സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നടക്കുക. ആന്റണി ജി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.